ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുട്ടിൻ്റെ റെസിപ്പി കണ്ടാലോ? പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഈ പുട്ട് കഴിക്കാൻ കറിയൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പാൽപുട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 100 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടിക്ക് പകരം വറുത്തരിപ്പൊടി യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുട്ടുപൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടിക്കനുസരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കും. അപ്പോൾ അതനുസരിച്ച് തേങ്ങാപ്പാൽ കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് കുതിരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. അതിനായി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. ക്യാരറ്റ് ചൂടായിട്ട് വരുമ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽട്ടായി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുട്ടുപൊടി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റും നാളികേരമൊക്കെ ചേർത്ത് ആ കൂട്ടില്ലേ, അത് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള നമ്മുടെ പാൽപുട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പുട്ടുകുടുക്കയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ആദ്യം ഇതിലേക്ക് സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുള്ള പോലെ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽപുട്ട് മിക്സ് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുക്കർ ഉപയോഗിച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഇതാണ് നല്ല ചൂട് പാൽപുട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല രുചിയായിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പാൽപുട്ട് കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറിയൊന്നും വേണ്ടതില്ല. പപ്പടമോ പഴം പുഴുങ്ങിയതോ ഒക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലൊരു പാൽപുട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അവർക്കിതെന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കായാലും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.